അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SKSC ദമാമിന്റെ ഒരു തുള്ളി വെളിച്ചം എന്ന വളരെ മനോഹരമായ പ്രോഗ്രാമിന്റെ ക്ലിപ്പിങ്ങുകൾ അൽഹംദുലില്ലാഹ് ഞാൻ ഒരുപാട് കാണുകയും കേൾക്കുകയും ചെയ്തു. വളരെ വളരെ സന്തോഷം. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അല്ലാഹു ദീർഘായുസ്സും നന്മയുള്ള മനസ്സും അല്ലാഹു എന്നും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് SKSCയുടെ ഒരു തുള്ളി വെളിച്ചം എന്ന പ്രോഗ്രാമിൽ ഒരു 2-3 ചെറിയ കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടൊന്ന് പറയാനാണ് ഈ വിനീതൻ ആഗ്രഹിക്കുന്നത്. നൗഷാദ് വാഖവി എന്ന ഈ പ്രിയപ്പെട്ട കൂട്ടുകാരന് ഇങ്ങനെ ഒരു സൗഭാഗ്യം തന്ന അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. അൽഹംദുലില്ലാഹ് നമ്മുടെ വളർച്ചയുടെയും ഉയർച്ചയുടെയും ഒക്കെ കാരണം ഇൽമാണ്. അതുകൊണ്ട് തന്നെ ആ ഇൽമ കൊണ്ട് നമ്മുടെ ഖബറിലും നമ്മുടെ ഖൽബിലും അള്ളാഹു പ്രകാശം തരട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, 3 ഉപദേശങ്ങളാണ്, 3 പ്രധാനപ്പെട്ട സൽഗുണങ്ങളുടെ ഉപദേശങ്ങളാണ് ഈ ഒരു ചെറിയ നസീഹത്തിലൂടെ നിങ്ങൾക്ക് ഞാൻ നൽകുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കാരത്തിന് ശേഷം എഴുന്നേറ്റ് നിന്നു. സഹാബികൾക്കൊക്കെ അറിയാം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി എഴുന്നേറ്റത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്ന ചില പ്രവർത്തനങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ എഴുന്നേറ്റത്. അൽഅഹദും മിൻകുമുൽ യൗമ സ്വായിം, നിങ്ങളിൽ ആരാണ് ഇന്ന് സുന്നത്ത് നോമ്പ് പിടിച്ചുകൊണ്ട് പള്ളിയിലെത്തിയത്? സുബഹി നമസ്കാരമായിരുന്നു. ആ നമസ്കാരത്തിന് ശേഷമുള്ള ചോദ്യമാണ്. എല്ലാവരും തലകുനിച്ചു. കാരണം എല്ലാവർക്കും തലേ ദിവസമൊക്കെ സുന്നത്ത് നോമ്പ് ഉണ്ടായിരുന്നു, അവരൊക്കെ സുന്നത്ത് നോമ്പ് പിടിച്ചവരായിരുന്നു. പക്ഷെ ഇന്നത് ചോദിച്ചപ്പോൾ പ്രിയപ്പെട്ട സഹാബികൾ എല്ലാവരും തലകുനിച്ചു, പ്രത്യേകിച്ച് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. എന്നാൽ ആ പള്ളിയുടെ ഒരു ഭാഗത്തിരുന്ന് മെലിഞ്ഞുണങ്ങിയ ശരീരത്തിന്റെ ഉടമയായ ഒരു പ്രിയപ്പെട്ട സഹോദരൻ എഴുന്നേറ്റ് നിന്നു. അത് മറ്റാരുമല്ല, ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എനിക്ക് സുന്നത്ത് നോമ്പുണ്ട് നബി എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ ഇരിക്കാൻ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയെ, ഇന്നലെ വരെ സുന്നത്ത് നോമ്പ് ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു. 3 ചോദ്യമാണ് ആകെ മുഴുവനും. നബി തങ്ങൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നു. അൽഅഹദു മിൻകുമുൽ യൗമ ആദ മരീള, ഇന്ന് നിങ്ങളിൽ ആരെങ്കിലും രോഗസന്ദർശനം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയെ, സുബഹി നമസ്കാരം കഴിഞ്ഞതേ ഉള്ളൂ. ഞങ്ങളിനി പുറത്തേക്ക് ഇറങ്ങിയാൽ ആദ്യം ചെയ്യുന്ന അമൽ രോഗസന്ദർശനമായിരിക്കും. നബി തങ്ങൾ പറഞ്ഞു, ഇന്ന് രോഗസന്ദർശനം നടത്തിയിട്ട് വന്നവർ ആര് എന്നാണ് ചോദ്യം. എല്ലാവരും തലകുനിച്ചിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു, നബിയെ, ഞാന് രോഗസന്ദർശനം നടത്തിയിട്ടാണ് വന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അതിന് ഞങ്ങളുടെ ഈ ചുറ്റുവട്ടത്ത് ആരും അത്ര വലിയ രോഗിയായി കിടക്കുന്നില്ലല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നലെ ഇശാ നമസ്കാരം കഴിഞ്ഞു പോകുമ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഒന്ന് മറിഞ്ഞു വീണിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കാലിന്റെ ഭാഗം അല്പം ഒന്ന് മുറിഞ്ഞു. രാത്രി തന്നെ പോയി കാണുമ്പോൾ ആ വേദനയ്ക്കിടയിൽ അതൊരു ബുദ്ധിമുട്ടാകുമെന്ന് കരുതി ഞാൻ പോയില്ല. സുബഹി നമസ്കാരത്തിന് ഈ പള്ളിയിലേക്ക് ഇന്നിപ്പോ ഞാൻ വരുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടതിന് ശേഷമാണ് വന്നത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എല്ലാവരും ഇരുന്നു. മൂന്നാമത്തെ ചോദ്യം മുത്തറസൂൽ ചോദിച്ചു, അൽഅഹദു മിൻകുമുൽ യൗമ, ഇന്നത്തെ ദിവസം നിങ്ങളിൽ ആരെങ്കിലും പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോദ്യം ഉമർ റളിയല്ലാഹു അൻഹു വലിയ സങ്കടം ഉണ്ടാക്കി. ഒന്നിനും ഒരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. സങ്കടത്തോടെ എഴുന്നേറ്റു. എപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായിട്ടൊരു ആത്മീയമായ മത്സരം അവർക്ക് ഉണ്ടാകാറുണ്ടല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, നബിയെ, സുബഹി നമസ്കാരത്തിന് മുമ്പ് എങ്ങനെയാണ് ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക? ഇത് കഴിഞ്ഞെങ്കിലല്ലേ പറ്റുള്ളൂ. പക്ഷേ അവിടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. ഞാൻ ഭക്ഷണം കൊടുത്തു നബിയെ. ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, നബിയെ, ഒന്ന് വിശദീകരിക്കാൻ പറയണം. 2 ആഴ്ച കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട് പട്ടിണിയാണെന്ന് ഈ പള്ളിയിൽ വന്ന എല്ലാവർക്കും അറിയാം. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക? സദസ്സാകെ അമ്പരന്നു പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാൻ തുടങ്ങി, ശരിയാണ് നബിയെ, ഞാൻ നിത്യ പട്ടിണിയാണ്. കുറെ ദിവസമായി ഞാനൊന്നും കഴിച്ചിട്ടില്ല. പക്ഷേ അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി ഈ പള്ളിയുടെ മുമ്പിലൂടെയാണ് സുബഹിക്ക് മുമ്പ് നടന്നു പോയത്. പോകുമ്പോൾ ഈ പള്ളിയുടെ മുറ്റത്ത് സാധുവായ ഒരു ഫക്കീർ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. സാധുവായ ഒരു മിസ്കീൻ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആരെന്ന് എനിക്കറിയില്ല, എനിക്ക് വിശക്കാണ്, എന്തേലും അല്പം തരുവോ
എന്ന് പറയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയെ എന്റെ കയ്യിൽ ഒന്നും ഉണ്ടായില്ല, ഞാൻ പട്ടിണിയായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ ആ മനുഷ്യനോട് എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ആ മനുഷ്യന് വലിയ സങ്കടമായി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു കാണാൻ വേണ്ടി ഞാൻ ചെന്നപ്പോ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കർ നീ എന്നെ കാണാൻ വന്നിരിക്കുകയാണോ? നിന്റെ ശരീരം മെലിഞ്ഞുണങ്ങിപ്പോയല്ലോ, ഞാൻ നിന്നെയല്ലേ കാണാൻ വരേണ്ടത്? ഇല്ല അബ്ദുറഹ്മാനെ, ഇന്നലെ നീ ഇശാനസ്കാരം കഴിഞ്ഞ് പോകുന്ന വഴിയിലൊന്ന് വീണു എന്നറിഞ്ഞു, അതിന്റെ കാര്യം അറിയാൻ വേണ്ടി വന്നതാ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന് സന്തോഷമായി. വീട്ടിനകത്ത് വിളിച്ചു കയറ്റി, നിനക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ, ഞാൻ എന്തേലും ഉണ്ടോന്ന് നോക്കട്ടെ കഴിക്കാൻ. അങ്ങനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അകത്തുപോയി ഒരു പത്തിരിയുടെ പകുതി കഷ്ണം എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, അബൂബക്കറെ ഇത് നിനക്കുള്ളതാ, നീ കഴിച്ചോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ തട്ടത്തിന്റെ മറവിലേക്ക് അത് ഒളിപ്പിച്ചു വെച്ചു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടെ നിന്ന് കഴിക്കാൻ നിനക്ക് നാണമാണോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, അല്ല, അതുകൊണ്ടല്ല. ഇത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ പള്ളിയുടെ മുറ്റത്തൊരു പാവപ്പെട്ടവൻ ഇതിന് കരയുന്നത് കണ്ടു. അയാൾ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ പത്തിരിയുടെ കഷ്ണം വേഗം കൊണ്ട് കൊടുക്കട്ടെ, എനിക്ക് കഴിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, അതേ ഒരു സാധുവായ മനുഷ്യനല്ലേ. ഇത് പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇറങ്ങി വന്നു. ആ മനുഷ്യന് അത് കൊടുത്തു എന്ന് ആ പള്ളിയിൽ എഴുന്നേറ്റ് നിന്ന് പറയാൻ, നബിയെ അങ്ങനെയാണ് ഞാൻ ഒരാൾക്ക് ഭക്ഷണം കൊടുത്തത്, അല്ലാതെ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ റസൂലേ. പള്ളിക്കകം മുഴുവനും കണ്ണീരിൽ നിറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാരി പുണർന്നു. ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ചു പൊരുത്തം ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അന്ത ഫിൽ ജന്ന, നീ സ്വർഗത്തിലാണ് അബൂബക്കറെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവിടെ ചെയ്ത 3 പുണ്യപ്രവൃത്തി, അല്ലാഹുവിന്റെ റസൂല് ചോദിച്ച 3 പുണ്യപ്രവൃത്തി. ഒന്ന് സുന്നത്ത് നോമ്പ്. അൽഹംദുലില്ലാഹ് നമ്മൾ സുന്നത്ത് നോമ്പ് പിടിക്കണം. ജഅഫർ റളിയല്ലാഹു അൻഹു സുന്നത്ത് നോമ്പുകാരനായാണ് യുദ്ധത്തിൽ ഷഹീദായത്. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ബഹുമാനപ്പെട്ടവരുടെ വാക്യകത്തേക്ക് സഹാബികൾ കൊണ്ടുവന്ന് ഒഴിക്കാൻ നേരം തട്ടിമാറ്റി എനിക്ക് നോമ്പാന്ന് പറഞ്ഞു. നോമ്പുകാരനായി ഞാൻ മരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എത്ര മഹത്തുക്കൾ, എത്ര മഹാന്മാർ. നോമ്പ് പിടിക്കണം, അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. റമളാൻ മാസം വരികയാണ്. വബല്ലിഗ്നാ റമളാൻ വബല്ലിഗ്നാ റമളാൻ വബല്ലിഗ്നാ റമളാൻ. ഈ ഒരു തുള്ളി വെളിച്ചം റമളാനിൽ സ്വർഗത്തിന്റെ നിറതുള്ളികൾ നമ്മുടെ കൽവിൽ തെളിച്ചു തരുന്ന തുള്ളിയാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ. രണ്ടാമത്തെ നന്മ രോഗസന്ദർശനമാണ്. ഒരു രോഗിയെ കാണാൻ ഇറങ്ങിയാൽ ഒരു ചുവട് വെക്കുമ്പോൾ 70,000 മലക്കുകൾ അവന് ദ്വാരക്കുമെന്നാണ്. നമ്മൾ വിഐപികളായ കൂടിയ രോഗികളെ മാത്രമേ നമ്മൾ കാണലുള്ളൂ. സാധുക്കളെയും പോയി കാണണം. വല്ലാത്ത പുണ്യമാണ്, വല്ലാത്ത ബറക്കത്താണ്. ഇന്ന് കുഞ്ഞുമക്കൾക്ക് പോലും ക്യാൻസർ രോഗമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മാരക രോഗത്തിൽ നിന്നും വിപത്തിൽ നിന്നും അള്ളാഹു നമ്മളെ കാക്കട്ടെ. മൂന്നാമത്തെ പുണ്യം പറഞ്ഞു കണ്ടില്ലേ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. തമാമിലെ ഈ പ്രോഗ്രാം ശ്രവിക്കുന്ന എല്ലാ സഹോദരങ്ങളും റമളാനിന് മുമ്പ് എന്തെങ്കിലും ഒരു വിഹിതം നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടത്തുള്ള പാവപ്പെട്ടവർക്ക് കരുതി വെക്കണം. ഈ റമളാനിൽ അവർ ഞങ്ങളെ ശപിക്കരുതേ എന്ന് നിങ്ങൾ അള്ളാഹുവിലേക്ക് ദ്വാരക്കണം. റമളാൻ കഴിഞ്ഞ് പെരുന്നാൾ വരുമ്പോൾ കുഞ്ഞുടുപ്പ് നിങ്ങളുടെ മക്കൾക്ക് എടുക്കുമ്പോൾ അവർക്കും നിങ്ങൾ എടുത്തുകൊണ്ട് കൊടുക്കണം. എന്നിട്ട് ആ സന്തോഷത്തിൽ പങ്കുചേർന്ന് തക്ബീറിന്റെ അലയൊലികൾ കൊണ്ട് പുളകം കൊള്ളണം. അള്ളാഹു തൗഫീക്ക് തരുമാറാകട്ടെ. ദമാമിലെ എന്റെ പ്രിയപ്പെട്ട സ്നേഹസമ്പന്നരായ സഹോദരങ്ങൾ, ഈ സാധുവായ നൗഷാദ് ബാക്കവിയും സാദിഖ് അലി തങ്ങളൊക്കെ ഇവിടെ വന്നപ്പോൾ വലിയ സ്വീകരണം തന്ന, സ്നേഹം തന്ന ദമാമിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഈ പ്രോഗ്രാമിൽ ഇങ്ങനെ സംസാരിക്കാൻ ഒരു അവസരം തന്ന എന്റെ പ്രിയപ്പെട്ട ദമാമിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊള്ളുന്നു. അൽഹംദുലില്ലാഹ്. ഈ കൂട്ടുകാരനും കുടുംബത്തിനും വേണ്ടി നിങ്ങൾ എപ്പോഴും ദുആരക്കണം. ഇൻഷാ അല്ലാഹ് ഇതൊരു 100ാമത്തെ ക്ലിപ്പായി നിങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും ഈ സാധുവിന്റെ തിരക്കിനിടയിൽ നിന്ന് ഇൻഷാ അല്ലാഹ് സമയം പോലെ ഇതുപോലെ ഓരോ തുള്ളി ഇൽമുകൾ ഞാനും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പങ്കുചേരാം. നിങ്ങൾ ദ്വാരന്നാ മാത്രം മതി. അല്ലാഹുമ്മ നവ്വിർ ഖുലൂബന വ ഖുബൂറന ബിനൂരിൽ ഖുർആൻ. ഈ ദുആ നിങ്ങൾ മറക്കരുത്. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബും ഞങ്ങളുടെ ഖബറും ഖുർആന്റെ പ്രകാശം കൊണ്ട് നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. സല്ലി അല നബി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ നിങ്ങളുടെ സ്വന്തം സ്നേഹിതൻ നൗഷാദ് ബാക്കവി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.